അല്ലു അർജുൻ നായകനായി എത്തി സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ എന്ന സിനിമയുടെ ഒഫീഷ്യൽ 10 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 2-3 ദിവസം കൊണ്ട് തന്നെ മൈത്രി ഫിലിം മേക്കേഴ്സ് ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്റർ പുറത്തുവിടുന്നില്ലായിരുന്നു. എന്തെന്നാൽ കേസും പ്രശ്നമൊക്കെ ആയതുകൊണ്ടായിരിക്കാം മൈത്രി ഫിലിം മേക്കേഴ്സ് പുറത്തുവിടുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മൈത്രി ഫിലിം മേക്കേഴ്സ് ഇന്നലെ ഈ സിനിമയുടെ 10 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. 10 ദിവസം കൊണ്ട് തന്നെ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിൽ നിന്ന് ഏകദേശം നേടിയിരിക്കുന്നത് 1792 കോടി രൂപയോളമാണ്. അതുപോലെ തന്നെ ഈ സിനിമ ഇന്നലെ വേൾഡ് വൈഡ് നേടിയത് ഏകദേശം 100 കോടി രൂപയോളമാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇന്നലത്തെ കേരള കളക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം 50 ലക്ഷം രൂപയോളമാണ്. അതുപോലെ തന്നെ ഈ സിനിമ ടോട്ടൽ കേരള കളക്ഷനായിട്ട് 17 കോടി രൂപയ്ക്ക് അടുത്ത് പോലും ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സുദീപ് അതുപോലെ തന്നെ ഐശ്വര്യ ലക്ഷ്മി എന്നിവരൊക്കെ നായകന്മാരായ എത്തിയ സിനിമയാണ് ഹലോ മമ്മി എന്ന സിനിമ. ഈ സിനിമയുടെ ഇന്നത്തെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഏകദേശം വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ ഏകദേശം 11 കോടി രൂപയോളം ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഈ ടോട്ടൽ പറയുന്നത് ഏകദേശം 9 കോടി രൂപ റേഞ്ചിലാണ്. അതുപോലെ തന്നെ ഇന്നലെ ഈ സിനിമ കേരളത്തിൽ നിന്ന് ഏകദേശം 15 ലക്ഷം രൂപയോളം ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട്. അവരൻ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ കേരള റിപ്പോർട്ടുകളും ഒഫീഷ്യൽ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം കേരള കളക്ഷനെ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ട് ചെയ്ത് ഏകദേശം 13 കോടി രൂപയോളമാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഈ സിനിമ ടോട്ടൽ കളക്ഷനായിട്ട് നേടിയിട്ടുള്ളത് 350 കോടി രൂപ റേഞ്ചിലാണ്. ഉണ്ണിമുകുന്ദൻ നായകനായി എത്തുന്ന സിനിമയാണ് മാർക്കോ എന്ന സിനിമ. ഈ സിനിമയുടെ ബുക്കിംഗ് ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമ കേരളത്തിലെ ഏറ്റവും വലിയ വയലൻസ് സിനിമ എന്നറിയപ്പെടാൻ പോകുന്ന സിനിമയാണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ സിനിമയുടെ ബുക്കിംഗ് ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സിനിമയുടെ ബുക്കിങ്ങിന് അത്യാവശ്യം നല്ല വർധന സംഭവിച്ചിട്ടുണ്ട്. കാരണം 24 മണിക്കൂർ കൊണ്ട് 14,000 ടിക്കറ്റുകളാണ് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമ നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ, ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായം നേടിയ നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ ആവും എന്നുള്ള പ്രതീക്ഷയോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു.